വൺസ് അഗൈൻ വെൽക്കം ബാക്ക് അഗെയിൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് വണ്ടിക്ക് ജസ്റ്റ് ഒന്ന് എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് എന്തായാലും പോയി എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മുടെ ലാസ്റ്റ് വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വെച്ച് നോക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് പേഴ്സണലായിട്ടും അല്ലാതെ കമൻറ്റ് ബോക്സിലെല്ലാം ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത 3-4 ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പറഞ്ഞ സജഷൻസ് ഉണ്ട്. അതിനകത്ത് അതൊക്കെ ആ ഒരു റീസൺ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാണ് നമ്മുടെ മീറ്ററിലെ സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ മീറ്ററിൽ നമ്മുടെ ആപ്പ് കണക്ട് ചെയ്യുന്ന ആപ്പ് ഇടുന്നത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രിപ്പ് റീസെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പില്ലിൻ്റെ കാര്യം, നമ്മുടെ ബാക്കിലിരിക്കുന്ന ലേഡീസിനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ആക്ച്വലി ബാക്കിലിരിക്കുന്നവർക്ക് ലോങ് പോകുമ്പോൾ ചെറിയ പെയിനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ ഞാൻ നമ്മുടെ റിവ്യൂ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോയൽ എൻഫീൽഡ് തന്നെ ഇതിന് ടൂറിംഗ് സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൂറിംഗ് സീറ്റിന് കുറച്ചും കൂടെ കുഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആ ഒരു ബാക്ക് പെയിൻ ഒഴിവാക്കാൻ പറ്റുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടായിരിക്കും ടൂറിംഗ് സീറ്റ് എന്നൊരു സ്പെസിഫിക്കേഷൻസും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഈ സീറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സീറ്റിന് വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് റൈഡും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൈ റേഞ്ച് റൈഡിലോട്ട് വരുമ്പോൾ മാത്രം ചെറിയ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതർവൈസ് ഈ സീറ്റ് ഓക്കെയാണ്. നല്ല കുഷനും കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിലുള്ള സീറ്റാണ്. എനിക്ക് 2018 MDക്ക് മുന്നേ 2018 ഒരു ഹിമാലയൻ ഉണ്ടായിരുന്നു. ഹിമാലയൻ വന്നിരുന്നതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളെല്ലാം ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ലേഡീസിന് കുഴപ്പമില്ല. പക്ഷേങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർഫോമൻസ് മോഡിൽ വണ്ടി കിടക്കുമ്പോൾ സെക്കൻഡ് ഗിയറിലൊക്കെ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ബാക്കിലേക്ക് പോകാൻ പെട്ടെന്ന് ബാക്കിലോട്ട് പോകും. ആ ഒരു പ്രശ്നം ഉണ്ട്. അത് ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ബാക്കിലോട്ട് പോകാനുള്ള നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. അതിന് ഞാൻ വണ്ടി ഇറക്കിയപ്പോഴത്തേന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിൽ സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. പക്ഷേങ്കിൽ അവർ പറഞ്ഞിരുന്നത് നിലവിലൊന്നും വന്നിട്ടില്ല എന്നാണ്. നമ്മുടെ സൂപ്പർ മെറ്റ്യോർ 650-ക്കൊക്കെ അങ്ങനൊരു സംഭവം ഉണ്ട്. പക്ഷേ ഇതിനില്ല. ഇതിന് ആഫ്റ്റർ മാർക്കറ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മോട്ടോഫോക്സിൻ്റെ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ മോട്ടോഫോക്സിൻ്റെ ക്രാഷ് ഗാർഡൊക്കെയാണ് നമ്മുടെ MDയിൽ യൂസ് ചെയ്തിരുന്നത്. നല്ല ബ്രാൻഡാണ്. അപ്പം അതിൻ്റെ തന്നെ ഇതിനും വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി. ഇപ്പം നിലവിൽ ഞാൻ വണ്ടിയുമായിട്ട് ഓക്കെ ആയതുകൊണ്ടും നമ്മൾ കയറുന്നവരോട് പറയുന്നുണ്ട് ബാക്കിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ പിടിച്ചിരിക്കണമെന്ന് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. അതുമല്ല നമ്മുടെ അടുത്ത് ലേഡീസ് അധികം കയറാറുമില്ല. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ബാക്കിലെ കംഫർട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ്. നമുക്ക് അത്യാവശ്യം ഉള്ള കംഫർട്ട് കാര്യങ്ങളെല്ലാം ബാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോസ് വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോഴും കമൻറ്റ് വന്നിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ബാക്കിൽ ലേഡീസ് ഇരിക്കുമ്പോൾ എങ്ങനെയുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാപ്പ് കണക്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, അതിനൊക്കെ കുറേ പേർക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അതിനെക്കുറിച്ച് പറയാം. മഴയും കാര്യങ്ങളായതുകൊണ്ട് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2:22 ഇപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടു. ഇന്ന് വണ്ടി ഓഫാക്കാം. ഇനിയിപ്പോൾ എന്തായാലും മാപ്പ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയാം. ഓൾറെഡി എൻ്റെ അടുത്ത് കണക്റ്റാണ്. നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്യാം. അത് കണക്റ്റഡ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡായി. ഞാനത് റിമൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്തൊരു ഫോൺ ഡിസ്കണക്റ്റഡ് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ഈ ആപ്പ് എടുക്കുക. ആപ്പ് എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ഇതുകൊണ്ട് എനിക്ക് ഇവിടെ നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഫസ്റ്റത്തെ ഡീറ്റെയിൽ എല്ലാം വരുന്നുണ്ട്. എൻജിൻ നമ്പർ, വണ്ടിയുടെ ഡീറ്റെയിൽ, പിന്നെ സർവീസ് ഹിസ്റ്ററി, അതിൻ്റെ ബില്ല് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്.
നമുക്ക് ഇപ്പം സർവീസ് ബുക്കായിട്ടില്ല, നമുക്കെല്ലാം ആപ്പിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കിവിടെ എടുത്തിട്ട് കണക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ് ന്യൂ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന് മുമ്പേ ഇതിൻ്റെ മീറ്റർ നമ്മൾ മറ്റേതിലോട്ടാക്കണം, അതായത് ഡിജിറ്റലിലേക്കാക്കണം. മോഡിൽ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റലിലേക്കാവും. അപ്പോൾ ഡിജിറ്റലിലേക്കായിട്ടുണ്ട്. അപ്പോൾ കണക്ട് ടു ട്രിപ്പ് ഡാഷ് എന്ന് പറഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് ഡാഷ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു സ്കാനിങ്ങുള്ള തോന്നുന്നു. നമ്മളന്നേരം ഇവിടെ നമ്മുടെ അനലോഗ് ആക്കി വെച്ചിട്ടുണ്ട്. അനലോഗിലെടുത്തിട്ട് നമ്മൾ ഹോമിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ജോയ്സ്റ്റിക്കിൽ റൈറ്റ് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇവിടെ ഒരു നമ്പർ വന്നു. ജസ്റ്റ് ഈ നമ്പർ ഒന്ന് സ്കാൻ ചെയ്യുക. ഇവിടെ നമ്പർ വന്നു. കണക്റ്റ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഇപ്പോൾ കണക്റ്റ് ചെയ്യാവുന്നുണ്ട്. അപ്പം നമ്മുടെ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വണ്ടിയായിട്ട് നമ്മുടെ ഫോൺ കണക്റ്റഡായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലുള്ള ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിവിടെ ഇപ്പം നോക്കുവാണെങ്കിൽ മീറ്ററിൽ യു ആർ കണക്റ്റഡ് V2308 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാവിഗേഷൻ വന്നിട്ടുണ്ട്. നാവിഗേഷൻ ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും ഒരു റൂട്ട് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടപ്പന ഇടാം. കട്ടപ്പന ഇട്ടതിന് ശേഷം ഗെറ്റ് ഡയറക്ഷൻ സ്റ്റാർട്ട് നാവിഗേഷൻ കൊടുത്താൽ ഇങ്ങനെ വരും. ശേഷം ഇവിടെ വന്നു. നമുക്ക് ഇനിയിപ്പോൾ കട്ടപ്പനയ്ക്കുള്ളത് 3.1 കിലോമീറ്ററാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ സമയം ഇപ്പോൾ നമ്മൾ എവിടെയാണുള്ളത് എല്ലാം കാണിച്ചിട്ടുണ്ട്. പോകേണ്ട റൂട്ട് മാപ്പ് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓടുമ്പോൾ എത്ര ദൂരം കഴിഞ്ഞിട്ടാണ് ടേണിങ് ചെയ്യേണ്ടതെന്നെല്ലാം ഇവിടെയും കാണിക്കും. ഇങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഉണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഞാൻ പ്രശ്നം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വിൻഡോ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇൻ കേസ് നമ്മളിത് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാവിഗേഷൻ പോയി. ഇവിടെ കാണിക്കും, പക്ഷേങ്കിൽ നാവിഗേഷൻ ആയിട്ടുള്ളത് പോയി. ജസ്റ്റ് ടേണിങ് കാര്യങ്ങൾ എടുക്കേണ്ടി വരും. നമ്മളിത് വീണ്ടും അൺലോക്ക് ചെയ്തപ്പം വീണ്ടും വന്നു. ഇത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മൾ മ്യൂസിക് കാര്യങ്ങളെല്ലാം ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക് മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കാണിച്ചു തരാം. നമ്മൾ യൂട്യൂബിലൊക്കെ പ്ലേ ചെയ്തേക്കുന്നത് ഇപ്പം നിലവിൽ ഒന്നും പ്ലേ ചെയ്യാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കൂട്ടാൻ അതിനാണ് ജോയ്സ്റ്റിക്ക് ഉള്ളത്. ജോയ്സ്റ്റിക്ക് നമുക്ക് സൗണ്ട് കൂട്ടാം, കുറയ്ക്കാം, നെക്സ്റ്റ് പാട്ടടിക്കാം, പുറകിലെ പാട്ടെടുക്കാം. പിന്നെയുള്ളത് ഫോണാണ്. ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ കോൾസ് കാര്യങ്ങളെല്ലാം വരും. അത് നമുക്ക് എഴുതി കാണിക്കും. നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. റീഡിങ്ങിൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് വരുമ്പോൾ നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയാണ് ഇതിലെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇനിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ് കോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും കേട്ടോ. അത്രയാണ് ഇതിനകത്ത് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് കോളോ അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജസോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അതുപോലെ ഫോൺ കോൾസ് മാത്രമായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്റ്റ് ആവുക. ഇപ്പം അനലോഗ് ആയിട്ടുണ്ട്. അനലോഗിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ താഴെ നാവിഗേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നാവിഗേഷൻ നമ്മൾ ഈ അനലോഗിൽ ഇടുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും മാപ്പ് ആയിട്ട് കാണിക്കത്തില്ല. ജസ്റ്റ് ഡയറക്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ട്രിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ട്രിപ്പ് നമുക്കറിയാൻ പറ്റും, ട്രിപ്പിൻ്റെ കാര്യങ്ങൾ. പക്ഷേങ്കിൽ മറ്റേ മീറ്ററിലാണ് കൂടുതലും സ്പെസിഫിക്കേഷനായിട്ടുള്ള കുറേ ഫ്യൂച്ചേഴ്സ് ഉള്ളത്. അതായത് ഇപ്പം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ട്രിപ്പുണ്ട്, ട്രിപ്പ് 1, 2 ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ആവറേജ് കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. ആവറേജ് കിലോമീറ്റർ അതായത് മൈലേജിൻ്റെ കാണിച്ചിട്ടുണ്ട്. ഫ്യൂൾ റേഞ്ച് കാണിച്ചിട്ടുണ്ട്. ഫ്യൂൾ കൺസപ്ഷൻ കാണിച്ചിട്ടുണ്ട്. വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. സർവീസ് കാണിച്ചിട്ടുണ്ട്. സർവീസിൻ്റെ എത്ര ദിവസമുണ്ട്, എത്ര കിലോമീറ്റർ കൂടെ ഉണ്ടെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. എൻജിൻ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് നിലവിലൂടെ കാണിച്ചേക്കുന്നത്. നമുക്ക് ഇപ്പോൾ കണ്ടില്ല, എനിക്കിവിടെ കോൾ വരുന്നത് എഴുതി കാണിക്കുന്നുണ്ട്. കണ്ടോ, എനിക്കിപ്പോൾ കറക്റ്റ് ഒരു കോൾ വന്നു. എനിക്കിത് കോളിൻ്റെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇൻകമിങ് കോൾ എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മീറ്റർ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഡിജിറ്റലായിട്ട് ആക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇടുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇപ്പോൾ ഇത്രയും ഇത് വന്നിട്ടുണ്ട്. നേരത്തെ 2 കാണത്തുള്ളെങ്കിൽ ഇവിടെ നമുക്ക് ആവറേജ് മൈലേജ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ മാക്സിമം കിട്ടുന്നത് 36 കിലോമീറ്ററാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെ 4 ഓപ്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫ്യൂൾ റേഞ്ച് കാണിച്ചിട്ടുണ്ട്, ഫ്യൂൾ കൺസംഷൻ, ബാക്കിയെല്ലാം നമ്മൾ മറ്റേ കണ്ട പോലെ തന്നെ സർവീസ്, എൻജിൻ ടെമ്പറേച്ചർ ഇത്രയും കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും നമുക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ ഒരു മീറ്റർ തന്നെയാണ്. കാരണം നമുക്ക് മാപ്പ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. പക്ഷേങ്കിൽ കുറച്ചും കൂടെ വിസിബിളിന്, അതായത് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നല്ല രസകരമായിട്ട് തോന്നുന്ന ഇതാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ RP മീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ രസമായിട്ട് തോന്നുന്നത് ഈ ഒരു ഇതാണ്.
ഇനി നമുക്ക് വണ്ടിയുടെ കണക്റ്റിങ് കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ വന്നേക്കുന്ന ചെറിയ ചെറിയ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കാം. വണ്ടിയുടെ ഇപ്പം നമ്മൾ കൺട്രോൾസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എം എന്ന് പറഞ്ഞൊരു കൺട്രോൾ വന്നിട്ടുണ്ട്. ഈ കൺട്രോളിലാണ് നമ്മൾ വണ്ടിയുടെ ഇപ്പോൾ നിലവിൽ പെർഫോമൻസ് മോഡിലാണ്, നമ്മളത് എക്കോ മോഡിലോട്ടൊക്കെ ആക്കുന്ന മോഡ് ഇവിടെയാണ് വരുന്നത്. ഇത് ഒറ്റ ടാപ്പിൽ നമുക്ക് എക്കോ മോഡിൽ നിന്ന് പെർഫോമൻസ് മോഡിലേക്കും അവിടെ നിന്ന് നേരെ എക്കോ മോഡിലോട്ടേക്കും പോകാം. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും മാറ്റാം, പക്ഷേങ്കിൽ വണ്ടി ഇത് മാറുന്ന ടൈമിൽ നമ്മൾ റിവ് ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. റിവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വീണ്ടും പഴയ ഇതിലോട്ട് തന്നെ പോകും. അതുകൊണ്ട് നമ്മൾ ഗിയറിൽ കിടക്കുമ്പോൾ അതൊന്നും പറ്റില്ല. നമ്മൾ വണ്ടി ഓട്ടത്തിലാണെങ്കിൽ ക്ലച്ച് പിടിക്കുക, ക്ലച്ച് പിടിച്ചിട്ട് MA എക്കോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മോഡ് മാറുന്നതായിരിക്കും. അതിന് ജസ്റ്റ് ഒരു കുറച്ച് സമയം, ഒരു 5 സെക്കൻഡ് കണ്ടാൽ മതി, ആ സമയത്തിനുള്ളിൽ മാറും. നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു ടൈമിൻ്റെ ഒരു ചിഹ്നമാണ് കൊടുത്തേക്കുന്നത്. ഈ ടൈമിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് മോഡാണ്. അതേസമയം എക്കോ മോഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഇലയുടെ ഒരു ലീഫിൻ്റെ ചിഹ്നമാണ് ഇവിടെ വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിയെ ഫോൺ കണക്റ്റ് ആയിട്ടുണ്ട്. ഫോണിൻ്റെ ചാർജ് കാര്യങ്ങളെല്ലാം കൊണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഉണ്ട്, ടൈം ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടെ വാണിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ വണ്ടി നിലവിൽ ഓണാണ്, പക്ഷേങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ചെയ്തുകൊണ്ട് ഹെഡ്ലൈറ്റ് ഓൺ ആയതുകൊണ്ട് ഇവിടെ വാണിംഗ് കാര്യങ്ങളുണ്ട്. ABSൻ്റെ സിമ്പിൾ കത്തി കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്. C ടൈപ്പാണ്, നല്ല കറക്റ്റ് ഒതുങ്ങിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉള്ള കാര്യം അറിയുന്നത് കേട്ടോ, ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. പിന്നെ നമ്മൾ മിറേഴ്സ് 2 ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഹോൾ 2 കിടപ്പുണ്ട്. നമ്മൾ ബാർ ആൻഡ് മിറർ 2 വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനേറെക്കുറെ 7100 രൂപ നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ വെച്ചാണ്. 2 ബാർ ആൻഡ് മിററും കൂടെ 7100 രൂപയായി. അതും ഈ എൻഡിലെ വെയിറ്റ് എല്ലാം കൂടി ചേർത്ത് 7100 രൂപ എടുത്തായിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ എക്സ്ട്രാ വെച്ചാണ് നമ്മൾ ഈ 360 വെക്കാൻ വേണ്ടി, അതുപോലെ ക്യാമറ വെക്കാൻ വേണ്ടിയൊക്കെ വെച്ച് ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയാണ് നിലവിൽ നമ്മൾ ഇതിലിപ്പോൾ ചെയ്തേക്കുന്നത്. ഇനിയിപ്പം ബാക്കി നമ്മൾ ആഡ് ഓൺ ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ റേഡിയേറ്റർ ഗാർഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റേഡിയേറ്റർ ഗാർഡ് നമ്മൾ എക്സ്ട്രാ വെച്ചതാണിത്. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബ്ലാക്കാണ് വരുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വെച്ചാണ്. ഇത് നമ്മുടെ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ റേഡിയേറ്റർ ഗാർഡ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രാഷ് ഗാർഡ്, കമ്പനി ക്രാഷ് ഗാർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കാരണം വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി ക്രാഷ് ഗാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നിലവിൽ വണ്ടിക്ക് ആക്സറീസ് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ക്രാഷ് ഗാർഡും അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്റർ ഗാർഡ്, പിന്നെ ഈ ബാർ ആൻഡ് മിറർ, ഇത്രയാണ് നമ്മൾ നിലവിൽ. ഞാൻ ഓൾറെഡി ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ട്രിപ്പ് സെറ്റ് ചെയ്യുന്നത് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ട്രിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻ്റെ സെറ്റിങ്സ് എടുക്കണം. നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് നമുക്ക് നാവിഗേഷനാണ് വന്ന് ഓപ്പൺ ആയത്. നമ്മളിവിടെ വന്നിട്ട് കണക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റേ മീറ്റർ ആക്കണം, കുറച്ചും കൂടെ എളുപ്പമുണ്ട്. നിങ്ങൾക്ക് വിസിബിളിനും കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അപ്പോൾ നമ്മൾ മീറ്റർ എടുത്ത് നമ്മൾ ജസ്റ്റ് ജോയിസ്റ്റിക്ക് മുകളിലോട്ടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റിങ്സ് വന്നിട്ടുണ്ട്. ഇവിടെ അപ്പിയറൻസ് ഉണ്ട്, ട്രിപ്പ് റെഫറൻസ് ഉണ്ട്, മൈ വെഹിക്കിൾ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, ഫേവറേറ്റ് ഉണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ട്രിപ്പ് പ്രിഫറൻസ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ട്രിപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. നമ്മൾ സാധാരണ ബൈക്ക് പോലെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സെക്കൻഡ് ട്രിപ്പ് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കൺഫേം ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൺഫേം കൊടുത്തു. സെക്കൻഡ് ട്രിപ്പ് നമുക്കിവിടെ കാണിച്ചു തരാം. സെക്കൻഡ് ട്രിപ്പ് നമുക്ക് സെക്കൻഡ് ട്രിപ്പ് നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് അതുപോലെ തന്നെയുണ്ട്, സെക്കൻഡ് ട്രിപ്പ് നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതിന് ട്രിപ്പ് നമ്മൾ സാധാരണ വണ്ടി പോലെ നമുക്ക് ട്രിപ്പിൻ്റെ ഇവിടെ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് സെറ്റ് ആവില്ല. കണ്ടോ? ട്രിപ്പ് സെറ്റ് ആവണില്ല. പിന്നെ നമുക്ക് വരുന്നത് ട്രിപ്പ് പ്രിഫറൻസ്, അതുപോലെ തന്നെ അപ്പിയറൻസ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ഈ ഗോൾഡ് ലൈന്, ഇവിടെ വരുന്ന ഈ സ്വിച്ചാണ് നമുക്ക് ബാക്കിലോട്ട് പോകാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹസാർഡിനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഗോൾഡ് ലൈൻ നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനകത്ത് ട്രിപ്പിൾ ആണ് ഔട്ട് സ്റ്റാൻഡ് ടെമ്പറേച്ചർ, അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. ഗോൾഡ് ലൈൻ നമുക്ക് കസ്റ്റമായിട്ട് എഡിറ്റ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് എടുത്തപ്പം ഡാർക്ക് തീം ആണോ അതോ ഓട്ടോ ആണോ എന്ന് വേണ്ട. നമുക്ക് ഡാർക്ക് കൊടുക്കാൻ വേണമെങ്കിൽ ഓട്ടോ ഇടുവാണെങ്കിൽ നമുക്ക് പകൽ സമയത്ത് വൈറ്റ് ആയിട്ടും, അതുപോലെ തന്നെ രാത്രിയിൽ അതായത് വെട്ടം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈറ്റ് ആകുകയും ചെയ്തോളും. നമ്മളിപ്പം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് കൊടുക്കുന്നുണ്ട്. ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം. ഡിസ്പ്ലേയുടെ ടൈപ്പ് അനലോഗ് ഡിജിറ്റലാക്കാം. നമുക്ക് ഇവിടെയും ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്കല്ലാതെ മീറ്ററിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ അനലോഗ് അതിൻ്റെ അകത്ത് വരുന്നത് ട്രിപ്പ് പ്രിഫറൻസ് മൈ വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ
ഏത് ട്രിപ്പ് കാര്യങ്ങൾ ഫ്യൂവൽ റേഞ്ച് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് ഇത് കൂട്ടി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ബാക്കി ഇൻഫർമേഷൻ ഫേവറേറ്റ് ആയിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ അത് ആൻഡ്രോയിഡ് മെസ്സേജ് 101 എൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് കിടപ്പുണ്ടെന്ന് കാണിച്ചാൽ നമുക്കെന്തായാലും ബാക്കി ഇനിയിപ്പോൾ ഉള്ളത് ഓടിച്ചിട്ട് പറയാം. അതായത് ബാക്ക് വീലിൻ്റെ കാര്യങ്ങളെല്ലാം ഓടിക്കും പറയാം കേട്ടോ. പിന്നെ നമ്മളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിലാട്ടോ പറഞ്ഞത്. നമുക്കൊരു രീതി അല്ലെങ്കിൽ മീൻസ് ബെറ്റർ ആവണം എന്ന രീതിയിൽ ഒരു ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളാവുന്നുള്ളൂ. നമ്മൾ നേരത്തെ ഓഫ് റോഡ് വീഡിയോസാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കിലോട്ട് കടന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ വീഡിയോസിൽ ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട്. കാരണം ആദ്യമേ ചെയ്തിരുന്നത് ഞാനല്ല ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതിന് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്തപ്പം കുറച്ച് ഷൈ ആയിട്ട് എന്താ പറയുക, കുറച്ച് നാണമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനും സംസാരിക്കാനൊക്കെ മടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനിയും വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സജഷൻ പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നീയാണെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. കാരണം ഇത് നിങ്ങളുടെയും കൂടെ ചാനലാണ്. അപ്പം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയുണ്ട്. ഇവിടെ ഒന്ന് കയറി PPF ചെയ്യുന്നതിൻ്റെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം. ഓഹോയ് ഓഹോയ് വീഡിയോ റെക്കോർഡാ. അതൊക്കെ ആലോചിക്കാം എടുക്കുക ചെയ്യാനാണ്. എത്ര രൂപ എന്ന് പറയാം. മൊത്തം വൈറ്റ് വരുന്ന ഇത് ചെയ്യണം, ടാങ്ക് ചെയ്യണം, ഈ പീസ് ബാക്ക് പീസ്. ഇതുണ്ടോ? അല്ല അപ്പോൾ ഗൈസ് 14,000 രൂപ PPF ചെയ്യുന്നതിന്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം അത് ചെയ്യുന്നതാണ്. ഇവിടെ സതീഷാണല്ലേ. ഞാനെപ്പോൾ വന്നാലും ഇവിടെ സതീഷനെ കാണത്തില്ല. നമ്മൾ വന്ന കാര്യം മറന്നുപോയി സത്യം പറഞ്ഞാൽ. നമ്മൾ എയർ അടിക്കാനാണ് വന്നത്. പക്ഷേ എയർ അടിച്ചില്ല. നമുക്ക് എയർ അടിക്കണം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻ്റ് ഇടുക, ഇല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വായിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും കൂടെ സജസ്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പുറകിന് വരുന്നുണ്ട്. എല്ലാവരും സ്റ്റേ ട്യൂൺ ചെയ്യാം. എന്തായാലും നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ഇപ്പം എന്തായാലും നമ്മൾ എയർ അടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇടാം. ബൈ ബൈ. ടോ എയറടിക്കോ? കുറവുണ്ടായിരുന്നോ? എയറോ? വെറുതെ അല്ല വണ്ടി കാട്ടിക്കൂടെ ഒക്കെ പോകേണ്ടത്. 29
ഗൈസ് 14 വെച്ചോണ്ടാണ് നമ്മൾ ഓടിച്ചോണ്ടിരുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ എയർ കൂടുതലായിരുന്നു, ബാക്ക് എയർ കുറവായിരുന്നു. ബാക്കിൽ 14 ഉണ്ടായിരുന്നുള്ളൂ, 14. 31 വേണ്ടടുത്ത് 14 ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കാരണം അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടിങ്ങിലൊക്കെ കയറുമ്പോഴത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി ഒരു സൈഡിലോട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ചത്. നമ്മുടെ ഇവിടെയൊക്കെ വീണ്ടും മഴയും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് പഠിക്കണം. കാരണം മഴയാണ്, മഴ കഴിയണം. എന്തായാലും നല്ല അടിപൊളി വീഡിയോസൊക്കെ പറയുന്നത് വരും കേട്ടോ. കുഞ്ഞു വീഡിയോ ആയിരുന്നു നോക്കിയിട്ട്. അപ്പം ബൈ. അപ്പം പുതിയൊരു വീഡിയോ കിട്ടണം. ബൈ.